ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. UDF വെൽഫെയർ പാർട്ടി ധാരണയ്ക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എം സ്വരാജിന്റെ ചുങ്കത്തറയിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2021 തെരഞ്ഞെടുപ്പിൽ ആകാവുന്ന എല്ലാ ശ്രമങ്ങളും ഇത്തരത്തിലുള്ള ഒരു പൊതു നീക്കത്തിലൂടെ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. എന്നാൽ ഈ എല്ലാ ഘട്ടങ്ങളിലും കേരളം LDF-നോടൊപ്പം നിന്നു. നിലമ്പൂർ LDF-ന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കുകയും ചെയ്തു. ഇപ്പോ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിരിക്കുന്നു. അതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇതൊരു അവസരമായി നാം കാണുക. എല്ലാ അവസരവാദ നിലപാടുകൾക്കുമെതിരെ തത്വാധിഷ്ഠിത നിലപാട് സ്വീകരിച്ച് കേരളത്തെ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കരുത്തു പകരുക. LDF-ന് ഒരു വഞ്ചകനെ കൂടെ നിർത്തേണ്ടി വന്നതിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കഴിഞ്ഞ 9 വർഷത്തെ പോരാട്ടമായി കണ്ടുകൊണ്ട് തന്നെ നേരിടും. ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത്. സ്വരാജിന് LDF-ന് പുറത്തുനിന്ന് ലഭിക്കുന്ന പിന്തുണ UDF-നെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തായാലും രാജ്യത്തായാലും അവർ സ്വീകരിക്കുന്ന നിലപാടുകളുമായി ബന്ധപ്പെട്ട് അകറ്റി നിർത്തിയ ഒരു കൂട്ടരാണ് ജമാഅത്ത് ഇസ്ലാമി. അവരെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇവരെ അറിയുന്നവർ ഈ നിലപാടിനെ അടുപ്പിച്ചിരുന്നില്ല. മാധ്യമം ദിനപത്രം ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. മാധ്യമത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് പാണക്കാട് തങ്ങൾ പോയിരുന്നോ എന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നവരും ലീഗുകാരും ലീഗ് നേതൃത്വവും ആലോചിച്ചു നോക്കണം. ഇതിനിടയിൽ എന്ത് മാറ്റമാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതാവിന്റെ പ്രസ്താവന കണ്ടു. അത് കോൺഗ്രസിന്റെയും പ്രസ്താവന നടത്തിയ നേതാവിന്റെയും രാഷ്ട്രീയ പാപ്പരത്വമാണ് കാണിക്കുന്നതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. പറാട്ടി കുഞ്ഞാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥാനാർത്ഥി എം സ്വരാജ്, മന്ത്രിമാരായ വി അബ്ദുറഹ്മാൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ MLA, KP രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.